പ്രിയമുള്ളവരെ, നത്താലെ 2020 4-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, ഈ വർഷം ഡിസംബർ 8 മുതൽ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വർഷമായിട്ട് പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യൗസേപ്പ് പിതാവിൻ്റെ വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൻ്റെ നന്മയെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു ശ്ലൈഹിക ലേഖനം പുറപ്പെടുവിക്കുകയുണ്ടായി. ആ ലേഖനത്തിൻ്റെ പേര് പാത്രിസ് കോർദെ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം പിതാവിൻ്റെ ഹൃദയത്തോട് എന്നാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കുന്ന ദിവ്യമായ പാഠമാണത്. അതായത്, ഒരു പിതാവിൻ്റെ ഹൃദയത്തോടെ നാം ഈ ലോകത്തെ നോക്കിക്കാണേണ്ടതുണ്ട് എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. പിതൃഹൃദയത്തോടെ നോക്കിക്കാണുമ്പോഴുള്ള പ്രത്യേകതകളാണ് സുവിശേഷത്തിൽ ദൃശ്യമാകും. യൗസേപ്പ് പിതാവ് എന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധ പിതാവ് 7 പാഠങ്ങൾ നമുക്ക് മാതൃകയായി തരുന്നുണ്ട്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വർഷത്തിലെ ഈ ക്രിസ്തുമസിന് എങ്ങനെയാണ് ഏറ്റവും ഹൃദ്യമായി ഒരുങ്ങേണ്ടത് എന്നുള്ളത് പഠിക്കാൻ ഏറ്റവും എളുപ്പം വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് ചൂണ്ടിക്കാണിക്കുന്ന ഈ പാഠങ്ങൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ധ്യാനത്തിൽ പരിശുദ്ധ പിതാവിൻ്റെ ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. വിശുദ്ധ യൗസേപ്പ് പിതാവ് എങ്ങനെയാണ് ഒരുങ്ങിയത് എന്ന് ചോദിച്ചാൽ മാർപ്പാപ്പ പറയും, ഒന്നാമത്തെ പാഠം ഇതാണ്: അദ്ദേഹം നിശബ്ദമായ സേവനത്തിലൂടെ ദൈവിക പദ്ധതിയോട് സഹകരിച്ചു എന്നുള്ളത്. നമുക്കറിയാം, പലരും ഒരുപാട് ഒച്ചയെടുക്കുന്നവരുണ്ട്, സുപ്രധാനമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരുണ്ട്, വലിയ സംഘാടക വൈഭവം പ്രകടിപ്പിക്കുന്നവരുണ്ട്, ശക്തമായി പ്രസംഗിക്കുന്നവരുണ്ട്. അവരുടെ ഒന്നും കഴിവിനെ ദൈവം വില കുറച്ച് കാണുന്നില്ല. എല്ലാം നല്ലതാണ്. പക്ഷേ ചില മനുഷ്യരുടെ നിശബ്ദമായ പ്രവർത്തനങ്ങളെ ദൈവം വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുകയും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയും ചെയ്യാറ്. നമ്മൾ വിചാരിക്കരുത്, ഈ വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന വ്യക്തികളിലൂടെയും അതുപോലെ വലിയ കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നവരിലൂടെയൊക്കെയാണ് ലോകം മുമ്പോട്ട് പോകുന്നത്. നല്ല ദൈവം ചിലപ്പോൾ നമ്മളെ നിയോഗിച്ചിരിക്കുന്നത് ഇത്തരം നിശബ്ദ ശുശ്രൂഷകൾക്ക് നിമിത്തമാകാൻ വേണ്ടിയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ അമ്മമാർ, അവരിൽ പലരും ഒരിക്കലും ഒരു സ്റ്റേജിൽ കയറുകയോ ഒരു പ്രസംഗം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അടുക്കളയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കത്താത്ത അടുപ്പുകൾ ഊതി കത്തിച്ച് ആ അമ്മമാർ സമയത്ത് ഭക്ഷണമൊരുക്കി എല്ലാ മക്കളെയും വെച്ച് വിളമ്പി ഊട്ടിക്കൊടുക്കുന്ന ആ അമ്മമാരുടെ നിശബ്ദമായ സേവനമല്ലേ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ തളരാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നിമിത്തമായത്? മദ്യപാനിയായ ഒരു ഭർത്താവിൻ്റെ പീഡനങ്ങളും ചീത്തവാക്കുകളും എല്ലാം കേട്ടിട്ടും ആ അമ്മ വിട്ടുപേക്ഷിക്കാതെ, സർവ്വതും വലിച്ചെറിഞ്ഞേച്ച് പോകാതെ നിശബ്ദമായി സഹിച്ചതിൻ്റെ നന്മയല്ലേ ഒരു കുടുംബത്തെ മുമ്പോട്ട് നയിച്ചത്? നമ്മുടെ നാട്ടിലെ കർഷകരെ കുറിച്ച് നോക്ക്. അവർക്ക് സർക്കാർ ഒരു ശമ്പളവും കൊടുക്കുന്നില്ല. പകലന്തിയോളം വെയിൽ കൊണ്ട് അവർ പണിയെടുക്കുന്നു. അവർക്ക് പെൻഷൻ കൊടുക്കണമെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും നെറ്റി ചുളിയും. കർഷകന് പെൻഷനോ? അവൻ എന്ത് ചെയ്തിട്ടാണ്? ഫാനിൻ്റെ കീഴെ കൃത്യം മണിക്കൂർ വാച്ചേ നോക്കിയിരുന്ന് ഏതാനും കടലാസുകൾ നോക്കിയില്ലേലായി എന്ന് വിചാരിച്ച് ഉഴപ്പി ജോലി ചെയ്യുന്ന ജീവനക്കാരന് പോലും, എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഉഴപ്പന്മാരുണ്ട് എന്ന് നമുക്കറിയാം. അവർക്ക് പോലും കൃത്യമായ ശമ്പളം അതുപോലെ പെൻഷനും സർക്കാർ കൊടുക്കുമ്പോൾ പകലന്തിയോളം നാടിന് അന്നമൂട്ടുന്ന കർഷകന് ഇതൊന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നത് ദുഷ്ടതയല്ല. പാവപ്പെട്ട കർഷകൻ പിറ്റേന്നും പോയി പണിയെടുക്കുകയാണ്. നാടിന് മുഴുവനും വേണ്ട ഭക്ഷണം ഉണ്ടാക്കി. പ്രിയപ്പെട്ടവരെ, ഈ കർഷകരൊന്ന് പണിമുടക്കിയാൽ നമ്മുടെ ഭക്ഷണമാണ് ഇല്ലാതാകുന്നത്.
എത്ര സാങ്കേതിക വിദ്യ വളർന്നാലും നമ്മൾക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു നേരത്തെ ഉച്ചയൂണ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ പാവപ്പെട്ട കർഷകൻ, അവൻ്റെ നിശബ്ദമായ സേവനങ്ങളല്ലേ നമ്മെ എല്ലാവരെയും ഭക്ഷണം മുട്ടിക്കുന്നത്. ആരാരും അറിയാതെ ശൈത്യം കോച്ചുന്ന, മരം കോച്ചുന്ന തണുപ്പത്ത് കാവൽ നിൽക്കുന്ന നമ്മുടെ പടയാളികൾ, അവരുടെയൊക്കെ പേര് പോലും നമുക്കറിയാവോ. നമ്മൾ സുരക്ഷിതരായി കിടന്നുറങ്ങുന്നത് അവരുടെ ആ നിശബ്ദ സേവനം കൊണ്ടല്ലേ. പരിശുദ്ധ പിതാവ് പറയുകയാണ്, ഇങ്ങനെ നിശബ്ദമായി സേവനം ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അത് നമ്മൾ മറക്കരുത്. അവരെ ഒന്നും വില കുറച്ച് കാണരുത്. ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് വിചാരിക്കരുത്. ദൈവം ഈ പ്രപഞ്ചത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇങ്ങനെ നിശബ്ദ സേവകരിലൂടെയാണ്. കോവിഡ് കാലത്ത് നമ്മൾ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, കോവിഡ് ബാധിച്ചപ്പോൾ ആരാണ് നമ്മളെ സഹായിക്കുന്നത്? ഞാനും കോവിഡ് ബാധിച്ച് ചികിത്സിച്ച് രക്ഷപ്പെട്ടു വന്നൊരു മനുഷ്യനാണ്. എൻ്റെ അടുത്ത് വന്ന ഡോക്ടർമാർ, അവരുടെ മുഖം പോലും എനിക്കറിയത്തില്ല. കരുതലോടെ എന്നെ പരിചരിച്ച നേഴ്സുമാർ, എനിക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തന്നവർ, അവരെല്ലാവരും മുഖം മറച്ച് ഇങ്ങനെ വന്നു. അവരുടെ പേരെന്നോട് പറഞ്ഞുവെങ്കിലും അവരുടെ രൂപം പോലും എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള നിശബ്ദമായ സേവനം ചെയ്യുന്ന മനുഷ്യരല്ലേ ഈ മഹാമാരിയുടെ കാലത്ത് നമ്മളെ മുമ്പോട്ട് നയിച്ചത്. പരിശുദ്ധ പിതാവ് പറയുന്നത് അത്രയും സുന്ദരമായൊരു ചിന്തയാണ്. പ്രഭാഷകന്റെ പുസ്തകം ഈ ഒരു വലിയ സത്യത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. മാർപ്പാപ്പ ഇത് ഉദ്ധരിക്കുന്നില്ല എങ്കിൽ ഇതൊരു സമാന ചിന്തയായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചെന്നേ ഉള്ളൂ. 38-ാം അധ്യായത്തിൻ്റെ 33 മുതലുള്ള വാക്യങ്ങളിൽ, പൗരസമിതികളിലേക്ക് അവർ വിളിക്കപ്പെടുന്നില്ല, പൊതുസഭയിൽ അവർക്ക് പ്രാമുഖ്യമില്ല, ന്യായാസനങ്ങളിൽ അവർ ഇരിക്കുന്നില്ല, വിധിപ്രസ്താവം അവർ ഗ്രഹിക്കുന്നില്ല, വ്യാഖ്യാനിക്കാൻ അവർക്ക് കഴിവില്ല, ആപ്തവാക്യങ്ങൾ ഉപയോഗിക്കാൻ അവർക്കറിയില്ല. എന്നാൽ ലോകത്തിൻ്റെ ഘടന അവരാണ് നിലനിർത്തുന്നത്. തങ്ങളുടെ തൊഴിലിനെ കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന. പരിശുദ്ധ പിതാവ് പറയുകയാണ്, ഈ യോസേപ്പ് പിതാവ് ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ദൈവം അദ്ദേഹത്തെ നിർത്തിയെടുത്ത് അദ്ദേഹം നിന്നു. അതിൽ അദ്ദേഹം സംതൃപ്തനായി. ഈ ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ മാത്രമേ എനിക്ക് മഹത്വമുള്ളൂ എന്ന ചിന്താഗതി ഞാൻ വെടിയണം. അതാണ് യോസേപ്പ് പിതാവ് ഉണ്ണിമിശിഹായെ സ്വീകരിക്കാൻ വേണ്ടി നടത്തിയ ഒരുക്കത്തിൻ്റെ ആദ്യത്തെ പടി എന്ന് പരിശുദ്ധ പിതാവ് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത് വളരെ അർത്ഥപൂർണമായൊരു തിരിച്ചറിവ്. വീണ്ടും മാർപ്പാപ്പ പറയുന്ന രണ്ടാമത്തെ സത്യം ഇതാണ്. ഈ യോസേപ്പ് പിതാവിന് പൂർവ്വ യോസേപ്പുമായി ഒത്തിരി സാമ്യമുണ്ട്. രണ്ടുപേരും സ്വപ്നങ്ങൾ കണ്ട മനുഷ്യരാണ്. ദൈവത്തെ സ്വപ്നം കണ്ടവര്, ദൈവഹിതം സ്വപ്നം കണ്ടുണരുന്നവരാണ് ഈ രണ്ട് യോസേപ്പുമാരും എന്ന്. ഈ യോസേപ്പുമാര് കണ്ട സ്വപ്നങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ പല അപ്രതീക്ഷിതമായ സംഭവങ്ങളും കടന്നു വരും. നമ്മൾ കണ്ട സ്വപ്നങ്ങൾക്ക് ഘടകവിരുദ്ധമായത് നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും. യോസേപ്പ് എന്ന പൂർവ്വപിതാവിൻ്റെ ജീവിതത്തിൽ അവൻ്റെ കുടുംബത്തോടൊത്ത് സമാധാനമായി ജീവിക്കുന്നതായിരുന്നു അവൻ്റെ സ്വപ്നം. പക്ഷേ അവൻ്റെ സഹോദരങ്ങൾ അവൻ്റെ ജീവിതത്തെ കശക്കിയെറിഞ്ഞു എന്ന് നമുക്കറിയാം. പക്ഷേ പരാതി കൂടാതെ ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അപ്രതീക്ഷിതമായ അശനിപാതങ്ങളെ സ്വീകരിച്ചു എന്നതാണ് സത്യം. യോസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ നോക്കുക. മറിയം എന്ന നസ്രത്തിലെ കന്യകയോടൊത്ത് സന്തോഷകരമായൊരു കുടുംബജീവിതം സ്വപ്നം കണ്ടുകൊണ്ടാണ് യോസേപ്പ് അവളുമായുള്ള വിവാഹ നിശ്ചയം നടത്തിയത്. പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായി ഇതാ ജീവിതം തകിടം മറിഞ്ഞു. അവളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരുന്നു എന്ന വാർത്ത മറിയം വന്ന് പറഞ്ഞു. അപ്രതീക്ഷിതമായത് സംഭവിക്കുമ്പോൾ ജീവിതത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകരുത് എന്ന് യോസേപ്പ് പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തിരുഹിതം അവിടെയും അന്വേഷിക്കണം, ആത്മാർത്ഥതയോടെ കാതോർക്കണം. ജീവിതം തിളച്ചു മറിയുന്ന നിമിഷങ്ങളിൽ ദൈവഹിതം സ്വപ്നം കാണാൻ പോരുന്ന മനസാന്നിധ്യം യോസേപ്പിനുണ്ടായിരുന്നു. മറിയം വന്നത് തുറന്നു പറഞ്ഞു. കുടുംബജീവിതത്തിൻ്റെ സുന്ദരമായൊരു മാതൃക കൂടിയാണ് പരിശുദ്ധ അമ്മ കാണിച്ചു തരിക. തൻ്റെ ഭർത്താവ് അറിയാത്ത ഒരു രഹസ്യവും തനിക്ക് വേണ്ട എന്ന് ചിന്തിക്കുന്നൊരു ഭാര്യ,
തൻ്റെ ഭാര്യയോട് പങ്കുവയ്ക്കാത്ത ഒരു രഹസ്യവും തനിക്ക് വേണ്ട എന്ന് ചിന്തിക്കുന്ന ഭർത്താവ്, ആ തുറവിയിലാണ് ദൈവകൃപയുടെ നിറവുണ്ടായത് എന്ന് പ്രിയപ്പെട്ടവരെ നാം പഠിച്ചെടുക്കണം. അപ്രതീക്ഷിതമായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, അരുതാത്തത് കേൾക്കേണ്ടി വരുമ്പോൾ, അരുതാത്തത് കാണേണ്ടി വരുമ്പോൾ ജീവിതത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകാം. പക്ഷെ അപ്പോഴും തിരുഹിതം അന്വേഷിക്കണം. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 55-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തൻ്റെ അടുക്കൽ സങ്കടവുമായി വന്ന ജനതയോട് പറയുകയാണ്, നിങ്ങൾ യൗസേപ്പിൻ്റെ അടുക്കലേക്ക് പോവുക. ഫറവോ പറയുക, നിങ്ങൾ യൗസേപ്പിൻ്റെ അടുക്കലേക്ക് പോകും. അതൊരു ആപ്തവാക്യമായി സഭയിൽ മാറി. യൗസേപ്പ് പിതാവിൻ്റെ അടുക്കലേക്ക് പോവുക. എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. കാരണം പ്രശ്നങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് ആ മനുഷ്യൻ കൃത്യമായി പഠിച്ചറിഞ്ഞവനാണ്. അതാണ് യൗസേപ്പ് പിതാവിൻ്റെ നന്മ എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക. വീണ്ടും മൂന്നാമത്തെ പ്രത്യേകത യൗസേപ്പ് പിതാവിൻ്റെ എന്താന്ന് ചോദിച്ചാൽ, യൗസേപ്പ് പിതാവ് അനുസരണത്തിൻ്റെ ആൾരൂപമാണ്. യൗസേപ്പ് പിതാവിന് എല്ലാം ഒന്നും മനസ്സിലായില്ല. യൗസേപ്പെ, നീ ശങ്കിക്കേണ്ട, നിന്റെ ഭാര്യ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ദൂതൻ വന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് യൗസേപ്പിന് കേട്ടുകേൾവി പോലുമില്ല. നമുക്കറിയാം, ഈശോ മിശിഹ ഈ ഭൂമിയിൽ വന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോഴാണ് ലോകം ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച്, ദൈവീക വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ചുള്ള ചില സൂചനകൾ മാത്രമേ പഴയ നിയമത്തിൽ നമ്മൾ കണ്ടെത്തുന്നുള്ളൂ. പക്ഷെ പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ ആളാണ് എന്ന സത്യം അതൊന്നും യൗസേപ്പ് പിതാവിന് അറിയത്തില്ല. ആ പരിശുദ്ധാത്മാവിനാൽ ഒരു സ്ത്രീ ഗർഭം ധരിക്കുക അസാധ്യമാണ്. മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ്. യൗസേപ്പ് പിതാവിനും ഒന്നും മനസ്സിലായില്ല. പക്ഷേ യൗസേപ്പ് എന്ന ആ വലിയ മനുഷ്യൻ, തനിക്ക് മനസ്സിലായില്ല, അതിനെ ചോദ്യം ചെയ്യാൻ പോയില്ല, അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചില്ല, വിശദീകരണം പറയുക, ചോദിക്കുകയല്ലേ ചെയ്തത്. യൗസേപ്പ് അങ്ങ് അനുസരിക്കുക. കാരണം തന്നോട് പറഞ്ഞവൻ ദൈവമാണ്. അതിൽ കൂടുതലൊരു വിശദീകരണം തനിക്ക് ആവശ്യമില്ല. വിശ്വാസത്തിൻ്റെ പരകോടിയെ തൊട്ട ഒരു മനുഷ്യൻ്റെ ഹൃദയമാണ്. എന്നോട് പറഞ്ഞത് ദൈവമാണ്, എനിക്കതിനപ്പുറത്തൊരു വിശദീകരണം ആവശ്യമില്ല. ഭാര്യയെ സ്വീകരിക്കാൻ പറഞ്ഞു, സ്വീകരിച്ചു. ആ ഭാര്യയെ കൊണ്ട് ഈജിപ്തിലേക്ക് പോകാൻ പറഞ്ഞു, പോയി. ആ ഭാര്യയെ കൊണ്ട് തിരികെ യൂദയായിലേക്ക് വരാൻ പറഞ്ഞു, വന്നു. വീണ്ടും പറഞ്ഞു, പോയി നസ്രത്തിൽ താമസിക്ക്, പോയി അവിടെ താമസിച്ചു. അക്ഷരം പ്രതിയുള്ള ഈ അനുസരണം, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പിറവിക്ക് വേണ്ടിയുള്ള യൗസേപ്പ് പിതാവിൻ്റെ വലിയ ഒരുക്കമാണ്. യൗസേപ്പ് പിതാവ് ദൈവഹിതം അനുസരിച്ചില്ലായിരുന്നുവെങ്കിൽ, യൗസേപ്പ് പിതാവ് ഈ തിരുഹിതത്തിന് പുറംതിരിഞ്ഞു നിന്നിരുന്നുവെങ്കിൽ, ഈശോ മിശിഹായുടെയും പരിശുദ്ധ അമ്മയുടെയും ജീവിതം എത്ര കണ്ട് അപകടത്തിലാകുമായിരുന്നു എന്ന് നാം ചിന്തിക്കുക. പലപ്പോഴും ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുന്നതിൽ നാം വരുത്തുന്ന വൈമുഖ്യം നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതികളെ താളം തെറ്റിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കലഹിക്കരുത്. പ്രിയ സഹോദരങ്ങളെ, മനസ്സിലാക്കുക, അനുസരണം എന്നത് ദൈവഹിതം സത്യമാണ്, ശരിയാണ് എന്ന ബോധ്യം വരുമ്പോഴാണ് മനുഷ്യൻ അനുസരിക്കുക. അനുസരണം വ്രതമായി സ്വീകരിച്ച സമർപ്പിതര് പോലും അനുസരണത്തിൻ്റെ വഴികളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നതിൻ്റെ നിരവധി പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന കാലത്ത് യൗസേപ്പ് പിതാവ് എന്ന ഈ പുണ്യദാതൻ്റെ അനുസരണത്തെ പരിശുദ്ധ പിതാവ് നമുക്ക് മാതൃക കാട്ടിത്തരികയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിത പങ്കാളിയെ അനുസരിക്കുക, മാതാപിതാക്കളെ അനുസരിക്കുക, ആത്മീയ പിതാക്കന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക, ഇതൊക്കെയും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന വഴികളാണ്. തിരുസഭയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക, അത് രക്ഷയുടെ വഴിയാണത്. ഈ അനുസരിക്കാൻ മടിയുള്ള വ്യക്തികൾക്ക് ദൈവത്തെ കണ്ടുമുട്ടുക അസാധ്യമാണ്. വീണ്ടും നാലാമതായി പരിശുദ്ധ പിതാവ് പറഞ്ഞു തരുന്ന ചിന്ത എന്ന് പറയുന്നത്,
ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ യൗസേപ്പ് പിതാവ് അതിനെ എങ്ങനെ നേരിട്ടു എന്ന് നാം കണ്ടുമുട്ടും. എങ്ങനെയാണ് നേരിടുക? പ്രതിസന്ധി ഉണ്ടായാൽ സാധാരണഗതി നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ അത് ഒഴിവാക്കി നടക്കും, അവരോട് മിണ്ടിയാൽ, അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അങ്ങനെ ഒഴിവാക്കി നടക്കും. വേറെ ചിലരാകെ നിരാശപ്പെട്ട് ജീവിതത്തിൻ്റെ എല്ലാ താല്പര്യങ്ങളും നഷ്ടപ്പെടുത്തി എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് എന്നുള്ള നിരാശാബോധത്തിലേക്ക് കിടക്കും. വേറെ ചിലര് കരുത്തോടെ ഈ പ്രതിസന്ധിയോട് ഏറ്റുമുട്ടും. ജയിച്ചാ ജയിക്കട്ടെ, തോറ്റാ തോക്കട്ടെ, ഞാനിതിനെ നേരിടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് നേരിടും. ഇത് മൂന്നും നമ്മളൊക്കെ പരീക്ഷിക്കാറുള്ളത്. പക്ഷേ യൗസേപ്പ് പിതാവിനെ കുറിച്ച് മാർപ്പാപ്പ പറയുകയാണ്, യൗസേപ്പ് പിതാവിൻ്റെ നിലപാട് മറ്റൊരു നിലപാട്. ഏതായിരുന്നു നിലപാട്? എല്ലാ പ്രതിസന്ധികളെയും ദൈവകൃപയുടെ ഉറവിടങ്ങളായി മനസ്സിലാക്കുക. അതായത് ദൈവം അനുവദിച്ചതും അംഗീകരിച്ചതുമാണ് ഈ സംഭവിക്കുന്നത്. പിന്നെ ഞാൻ എന്തിനാ അതിനെക്കുറിച്ച് നിരാശപ്പെടുക, വിഷമിക്കുക? ഈ പ്രതിസന്ധികളെ ഞാൻ ദൈവം തന്ന അനുഗ്രഹങ്ങളായി സ്വീകരിക്കുക. അപ്പോൾ ഓരോ പ്രതിസന്ധിയും കൃപയുടെ ഉറവിടമായി മാറും എന്ന് യൗസേപ്പ് പിതാവ് നമ്മെ പഠിപ്പിക്കുന്നു എന്നാണ് പരിശുദ്ധ പിതാവിൻ്റെ നിയോഗം അല്ലെങ്കിൽ നിർദ്ദേശം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെയും ജീവിതത്തിൽ സമാനമായ പ്രതിസന്ധികൾ സംഭവിക്കുമ്പോൾ അവയെ കൃപയുടെ നീർച്ചാലുകളായി, കൃപയുടെ ഉറവിടങ്ങളായി പരിഗണിക്കണം എന്ന് പൂർവ്വ യൗസേപ്പിൻ്റെ ജീവിതത്തിൽ നിന്നാണ് മാർപ്പാപ്പ ഇത് ഉദാഹരിക്കുന്നത്. അടിമയായി പൊത്തീഫാറിൻ്റെ ഭാര്യയുടെ ഇംഗിതത്തിന് വഴങ്ങാത്തതിൻ്റെ പേരിൽ തടവറയിലുമെത്തി. പക്ഷേ ആ മനുഷ്യൻ പതറാതെ നിന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അദ്ദേഹം തിരിച്ചറിയുക, ഈ സംഭവിക്കുന്നത് എല്ലാറ്റിൻ്റെയും പിന്നിൽ ദൈവകൃപയുടെ അദൃശ്യമായ പദ്ധതി രൂപം കൊള്ളുന്നുണ്ട് എന്ന് യൗസേപ്പിന് മനസ്സിലാവുകയാണ്. തന്നെ ഈജിപ്തിൻ്റെ രാജാവാക്കാൻ ദൈവമായ കർത്താവ് ഈ വളഞ്ഞ വഴികളിലൂടെ തന്നെ നടത്തുകയാണ്. നടത്തുന്നത് ദൈവമാകയാൽ സത്യമായും ഈ സങ്കടങ്ങൾ കൃപയെ ജനിപ്പിക്കും എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. യൗസേപ്പ് പിതാവിനും സമാനമായ തിരിച്ചറിവുണ്ടായിരുന്നു എന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. പരിശുദ്ധ പിതാവ് ചൂണ്ടിക്കാണിക്കുന്ന അഞ്ചാമത്തെ സത്യം യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ മാർപ്പാപ്പ പറയുന്നത് വളരെ ഹൃദ്യമായ ഒരു സന്ദേശം. മാർപ്പാപ്പ പറയുകയാണ്, ഈ യൗസേപ്പ് പിതാവിനെ കുറിച്ചുള്ള ബൈബിളിലെ എല്ലാ വിവരണങ്ങളും അവസാനിക്കുന്നത് ഒരു വാചകത്തിലാണ്. ഏതാണ് ആ വാചകം? അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അവൻ്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് യാത്രയായി. യെസ്, മാർപ്പാപ്പ പറയുകയാണ്, ശിശു അവൻ്റെ അമ്മ, ഈശോ മിശിഹ അവൻ്റെ അമ്മ എന്നിവിടെ വിവക്ഷിക്കുന്നത് തിരുസഭയാണ്. പരിശുദ്ധ കന്യകാമറിയം തിരുസഭയ്ക്ക് അമ്മയും മാതൃകയും മധ്യസ്ഥയും. പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹായിലുള്ള വിശ്വാസം അപകടകരമാകുന്ന സാഹചര്യങ്ങളുണ്ട്. തിരുസഭ അപമാനിക്കപ്പെടുകയും അധിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതൊന്നും എൻ്റെ വിഷയമല്ല, ദൈവമേ നിന്റെ കുഞ്ഞാണ് എങ്കിൽ നീ സംരക്ഷിച്ചോണം എന്ന് പറഞ്ഞ് യൗസേപ്പിന് കൈയൊഴിയാമായിരുന്നു. യൗസേപ്പ് അത് ചെയ്തില്ല. യൗസേപ്പ് ആ കുഞ്ഞിനെ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ച് തൻ്റെ ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ യാത്ര ചെയ്തു ഈജിപ്ത് വരെ. ഹെറോദേസിന്റെ പടയാളികൾ ഊരിയ വാളുമായി വഴി മുഴുവനും ഉണ്ട് എന്നറിഞ്ഞിട്ടും ഊരിയ വാളുകൾക്ക് നടുവിലൂടെ യൗസേപ്പ് തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും സംരക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് ഈ കാലഘട്ടത്തിൻ്റെ ആധ്യാത്മികതയാണ് എന്നാണ് മാർപ്പാപ്പ പറയുക. തിരുസഭയെ അധിക്ഷേപിക്കാൻ, കൂദാശകളെ പരിഹസിക്കാൻ, കൂദാശകൾ തന്നെ നിരോധിക്കണമെന്ന് പറയുന്നവര് ഈ നാട്ടിൽ ശക്തിപ്പെടുന്നൊരു കാലഘട്ടത്തിൽ മാധ്യമങ്ങളിലൂടെ ഒക്കെയും സഭയെ അധിക്ഷേപിക്കാൻ മത്സരിക്കുന്നവരുടെ നാട്ടില് സാമൂഹിക മാധ്യമങ്ങളുടെ ചുവരുകളിൽ അത്രയും സഭാവിരുദ്ധത കൊണ്ട് നിറയ്ക്കുമ്പോൾ നാം എന്ന വിശ്വാസികളുടെ പ്രതികരണം എന്താണ്? സത്യവിശ്വാസത്തെ യൗസേപ്പിനെ പോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഓടേണ്ടി വന്നാൽ ഈജിപ്ത് വരെയും ഓടിയിട്ടാണെങ്കിലും
ഞാൻ എൻ്റെ വിശ്വാസത്തെ, ഈശോ മിശിഹായിലുള്ള വിശ്വാസത്തെ, ആ വിശ്വാസം എനിക്ക് തരുന്ന എൻ്റെ അമ്മയായ തിരുസഭയെ സംരക്ഷിക്കും എന്ന തിരിച്ചറിവിൻ്റെ ബോധ്യം നമുക്കുണ്ടോ? പലപ്പോഴും സഭയ്ക്കെതിരായി തൽപരകക്ഷികൾ പടച്ചുവിടുന്ന എഴുത്തുകളും പോസ്റ്റുകളുമൊക്കെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നാം തിരുസഭയെ കൂടുതൽ അപമാനിതയാക്കുന്ന പ്രവൃത്തികളിൽ സഹകരിക്കാറുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം പ്രിയപ്പെട്ടവരെ. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി യാത്രയായി എന്ന് പറയുന്നത് പോലെ നമ്മുടെയും ജീവിതത്തിൽ ഇത് വളരെ പ്രസക്തമാണ്. വീണ്ടും യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൻ്റെ 6ാമത്തെ മാതൃക പരിശുദ്ധ പിതാവ് പറഞ്ഞു തരിക അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം. തൊഴിലാളികളുടെ മധ്യസ്ഥനാണ് യൗസേപ്പ് പിതാവ്. ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് അധ്വാനശീലമാണ്. അലസൻ ഒരിക്കലും രക്ഷപ്പെടിയാൽ. മടിയൻ മുടിയൻ്റെ സഹോദരനാണ് എന്ന് സുഭാഷിതങ്ങൾ 18:8 പറഞ്ഞു വയ്ക്കുന്നു. മടിയൻ മുടിയൻ്റെ സഹോദരനാണ്. അതായത് നമ്മൾ തിരിച്ചറിയണം, ഈ മടി പിടിച്ച് നടക്കുന്നവൻ സർവ്വതും നശിപ്പിച്ചു കളയും. കഠിനാധ്വാനം ചെയ്യണം. എല്ലാ അധ്വാനവും ശ്രേഷ്ഠമാണ്. നമ്മളുടെ നാട്ടിൽ കായികാധ്വാനം ചെയ്യാൻ ആളുകൾക്ക് മടിയാണ്. അതിന് നമ്മൾ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ആളുകൾ വരാൻ കാത്തു നിൽക്കുകയാണ്. നമ്മൾ എന്നിട്ട് ജോലിയില്ലാത്തവരാണ് എന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യുക. ഓരോ അധ്വാനവും എല്ലാ ജോലിയും ദൈവത്തിൻ്റെ പദ്ധതിയിൽ മൂല്യമുള്ളതാണ്. അത് യൗസേപ്പ് പിതാവ് നമുക്ക് കാണിച്ചു തരിക. ആ മൂല്യത മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക, അലസത കൈവെടിയുക. പലപ്പോഴും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവരിൽ പോലും അലസതയുടെ സംസ്കാരം, മടിയുടെ സംസ്കാരം, ഞാൻ ഒരുപാട് അധ്വാനിച്ചു ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന മനോഭാവം ശക്തിപ്പെടരുത്. ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി കുറെ കഷ്ടപ്പെട്ടതാ, ഇനി എന്നെ കൊണ്ട് വയ്യ, ഇനി ആരാണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞ് കൈയൊഴിയരുത്. കാരണം അധ്വാനത്തിൻ്റെ ഓരോ വഴികളിലും ദൈവത്തിൻ്റെ കരുതൽ നിന്നോടൊത്തുണ്ട് എന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവ് പറഞ്ഞു തരിക. അവസാനമായി പരിശുദ്ധ പിതാവ് പറയുകയാണ്, ഈ യൗസേപ്പ് പിതാവ് വിശുദ്ധിയുടെ ഒരത്ഭുത മാതൃകയാണ്. വിശുദ്ധനായ യൗസേപ്പ് പിതാവ് ചെയ്യുന്നതാണ്. അദ്ദേഹം വിശുദ്ധിയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യന്. സുന്ദരിയായ തൻ്റെ ഭാര്യയോടൊത്ത് ഒരേ ഭവനത്തിൽ, ഒരേ വീട്ടിൽ, ഒരേ കിടക്കയിൽ വിശുദ്ധ യൗസേപ്പ് പിതാവ് കഴിഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വിശുദ്ധിക്ക്, ബ്രഹ്മചര്യത്തിന് ഭംഗം വന്നില്ല എന്ന സത്യം നാം തിരിച്ചറിയണം. യൗസേപ്പിനെ മനസ്സിലാക്കാൻ മടിയുള്ളവര്, യൗസേപ്പിൻ്റെ വിശുദ്ധിയുടെ മഹത്വം തിരിച്ചറിയാൻ ത്രാണിയില്ലാത്തവര് യൗസേപ്പിനെ പടുകളവനായിട്ടും യൗസേപ്പ് പിതാവ് വേറെ വീട്ടിലാണ് താമസിച്ചിരുന്നത് എന്നൊക്കെ കഥകൾ പറയാറുണ്ട്. അതൊന്നും വിശ്വസിക്കേണ്ടതില്ല. കാരണം എന്താണ്? യൗസേപ്പ് പിതാവിൻ്റെ വിശുദ്ധി അത്ര കണ്ട് ദിവ്യമായിരുന്നു. ദൈവം തൊട്ടവൾ പരിശുദ്ധ മറിയം, അവളെ ഇനിമേൽ ഞാൻ സ്പർശിക്കേണ്ടവളല്ല, അവൾ ആദരവോടെ വീക്ഷിക്കപ്പെടേണ്ടവരാണ്. കുടുംബജീവിതം എന്നത് ലൈംഗിക ജീവിതം മാത്രമാണ് എന്ന് ധരിക്കുന്നവരെ ഈ തിരുക്കുടുംബം വെല്ലുവിളിക്കുന്നുണ്ട്. അതിലെന്തെങ്കിലുമൊക്കെ കുറവുകളും പരിമിതികളും സംഭവിക്കുമ്പോഴത്തേക്കും വിവാഹമോചനത്തിന് വേണ്ടി ഓടുന്ന വ്യക്തികൾ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ കണ്ടുപഠിക്കണം. ലൈംഗികതയ്ക്കപ്പുറത്തും കുടുംബജീവിതത്തിന് മാനമുണ്ട് എന്ന് വിശുദ്ധ യൗസേപ്പ് പഠിപ്പിച്ചു തരികയാണ്. 5ാം ക്ലാസ് 6ാം ക്ലാസ് എത്തുമ്പോഴത്തേക്കും പോർണോഗ്രഫിയുടെ ലോകത്തേക്ക് എടുത്തെറിയപ്പെടുന്ന നമ്മുടെ പുതിയ തലമുറയ്ക്ക് യൗസേപ്പ് പിതാവ് എന്നത് ചിന്തിക്കാനാവാത്തത്ര ഔന്നത്യങ്ങളിൽ വ്യാപരിക്കുന്ന വിശുദ്ധനാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയുള്ളിടത്താണ് ഉണ്ണിമിശിഹ വന്ന് പിറക്കുന്നത്. ഈ സത്യം നാം തിരിച്ചറിയണം. വിശുദ്ധിയുടെ നിറവിലാണ് ഉണ്ണിമിശിഹ വന്ന് പിറക്കുന്നത്. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുകയാണ്, കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? എന്നിട്ട് ശരീരത്തെ മലിനമാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുന്നത് എന്തുകൊണ്ട്?
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തെ മലിനമാക്കുന്ന പ്രവർത്തികൾ, വിഗ്രഹാരാധന, വ്യഭിചാരം, മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം, ഈ ക്രിസ്തുമസ് കാലത്ത് ക്രിസ്ത്യാനികൾ ഏറ്റവും അധികം മദ്യപിക്കുന്ന സമയമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം ചെലവാകുന്ന ദിവസം ക്രിസ്തുമസ് നാളാണ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് നാണക്കേടാണ്. പ്രിയപ്പെട്ടവരെ, ശരീരത്തെ മലിനമാക്കുന്ന ഈ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാതെ ഉണ്ണിമിശിഹായെ സ്വന്തമാക്കാൻ, അവൻ്റെ പുൽക്കൂടിൻ്റെ പുണ്യം നമ്മുടെ ഭവനത്തിൻ്റെ പുണ്യമാക്കി മാറ്റാൻ കഴിയില്ല എന്ന സത്യം നമുക്ക് തിരിച്ചറിയാം. വിശുദ്ധ യൗസേപ്പ് എന്ന നീതിമാനായ മനുഷ്യനെ നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകയായി സ്വീകരിക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ സവിശേഷമായ മാധ്യസ്ഥം ഈ വിശുദ്ധ യൗസേപ്പിൻ്റെ വർഷത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മനസ്സോടെ നമുക്ക് ഉണ്ണിമിശിഹായെ സ്വാഗതം ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.